ക്രിസ്മസ് ആചരിക്കുമ്പോൾ വേദപുസ്തകത്തോട് കുറച്ചുകൂടി നമുക്ക് അടുപ്പം വേണം. നമ്മൾ ഈ ക്രിസ്മസിന്റെ ആചരണത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇവരിങ്ങനെ ചടങ്ങുകളില്ല, ഇവരിങ്ങനെ പരിപാടികളില്ല, ഇന്ന് ആഘോഷങ്ങളില്ല. ഇത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നോമ്പ് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം രാത്രി പാതിര കഴിയുമ്പോൾ നോമ്പെല്ലാം അങ്ങ് തീർന്നു. അതുകൊണ്ട് നോമ്പ് ആഘോഷിക്കേണ്ടെന്ന് അർത്ഥമില്ല, മാംസവും മീനും ഭക്ഷിക്കരുതെന്നും അർത്ഥമില്ല, ഇതൊന്നും അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ഉണ്ണിമേശിയ വന്നു, അത് ഹൃദയത്തിൽ സ്വാധീനിച്ചു, ജീവിതത്തിന് മാറ്റം വരുത്തി, അങ്ങോട്ട് ഇനിയുള്ള സ്നേഹത്തിന്റെ ജീവിതമായിട്ട് പരിവർത്തനം ചെയ്യാൻ ഞാൻ തയ്യാറാകും എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. ആ ദൈവം വിളിക്കുന്ന കൂട്ടായ്മയായിട്ടാണ്. നിന്നോട് ബന്ധപ്പെട്ട സഹോദരനേക്ക് നീ ഹൃദയം തുറക്ക്, എങ്കിൽ മാത്രമേ ഉണ്ണിമേശിയ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. ഹൃദയം തുറക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് ദിനം തൊട്ടടുത്തു. കഴിഞ്ഞ 4 ആഴ്ചകളായി സഭകൾ മുഴുവൻ രക്ഷകന്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ കാലങ്ങളായിരുന്നു എന്നത് നാം ഓർക്കുമ്പോൾ രക്ഷകൻ വരാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് ചിന്തയൊന്നും വേണ്ട. രക്ഷകൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, ചരിത്രത്തിൽ സംഭവിച്ചു. പിന്നെ എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ആ വന്ന അനുഭവം വീണ്ടും നമ്മുടെ ഹൃദയത്തിലൊരു അനുഭവമായിട്ട് തീരാൻ വേണ്ടി, ഒരു പുനരാവിഷ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടി, രക്ഷകന്റെ സാന്നിധ്യ അനുഭവം നമുക്ക് ജീവിതത്തിൽ അനിവാര്യമാണെന്ന കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്മസ് ആചരിക്കുക. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഈ ക്രിസ്മസ്, ഈ വർഷത്തെ 2023 ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കട്ടെ. ഇന്ന് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, രക്ഷകന്റെ വരവിലുള്ള സന്തോഷം, അത് ജീവിതത്തിലേക്ക് വ്യാപിക്കട്ടെ. പ്രത്യേകമായ വിധത്തിൽ ഈ ഒരു പുതിയ വർഷത്തെ കൂടി നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കൃപയുടെ ഒരു വർഷമായിട്ട്, രൂപാന്തര വർഷം എന്നും കൃപയുടെ തന്നെയാണ്. പക്ഷേ അത് അതിനനുസരിച്ചുള്ള നമ്മൾ മനസ്സ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിനയത്തോടു കൂടി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കാലഘട്ടമായിട്ട് അതിനെ പരിണമിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ രക്ഷാകര ചരിത്രത്തിൽ നമുക്ക് 3 ഘട്ടങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, ഏതാണ്ട് സൃഷ്ടി മുതൽ അബ്രഹാം വരെയുള്ള ഒരു കാലഘട്ടം, ഒരു പ്രത്യേക കാലഘട്ടം. അതായത് ഈ യുഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ മനസ്സാക്ഷി യുഗം എന്ന് പറയുന്ന ഒരു യുഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലം, മനസ്സാക്ഷിയുടെ നിയമം മാത്രം ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അതാണ് അത്. പിന്നീട് മോശയുടെ നേതൃത്വത്തിലുണ്ടായ ആ 10 കൽപ്പന എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാലഘട്ടം, അത് വലിയ മറ്റൊരു ന്യായപ്രമാണ യുഗമായിട്ട് മാറി. അത് നൂറ്റാണ്ടുകളായിട്ട് അതിനെ ഭരിച്ചു വന്നതിന് ശേഷം തുടർന്നും പോയിട്ട് അവസാനം ഈശോമിശിഹ സംജാതമായി കഴിഞ്ഞപ്പോൾ അത് കൃപായുഗം, നമ്മൾ ജീവിക്കുന്ന കൃപായുഗത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ 3 ഘട്ടങ്ങൾ ഇവിടെ ആ രക്ഷയുടെ ചരിത്രത്തിൽ പറയാൻ നമുക്ക് പറ്റുന്നത്. ഒന്ന്, അബ്രഹാം മുതൽ, അല്ലെങ്കിൽ സൃഷ്ടി മുതൽ അബ്രഹാം വരെ ഒരു കാലഘട്ടം, അബ്രഹാം മുതൽ രക്ഷകന്റെ ജനനം വരെ ഒരു കാലഘട്ടം, എങ്കിൽ രക്ഷകന്റെ കാലഘട്ടം തൊട്ട് അവിടുത്തെ 2ാമത്തെ വരെയുള്ള മറ്റൊരു കാലഘട്ടം. അതുകൊണ്ട് ഈ 2000 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം, അത് അന്ന് എല്ലാ ജനതകളിലും പ്രതീക്ഷയും പ്രത്യാശ അർപ്പിച്ചതുപോലെ തന്നെ ഇന്നും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന മനുഷ്യകുലത്തിന് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നു എന്ന കാര്യമാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാമല്ലോ. അന്ധകാരമായി ഇരുട്ടാം, എവിടെയെല്ലാം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിന് വല്ല കുറവുണ്ടോ? യുക്രൈനിൽ നടക്കുന്നു, പലസ്തീനയിൽ നടക്കുന്നു, മറ്റു പല എല്ലായിടത്തും നടക്കുന്നു. പീഡനങ്ങൾ എന്തിനാണ് നടക്കുന്നത്? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ചൈനയിൽ പീഡിപ്പിക്കപ്പെടുന്നു. 10 ലക്ഷത്തിലധികമാണ് പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അസർബൈജാനിൽ നിന്ന് നടക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന ജനത്തെ അവർക്ക് സ്വന്തം നാട്ടിലാവുന്ന പായിച്ച് മറ്റ് സ്ഥലത്തേക്ക് അവർ പോകേണ്ടതായിട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. പീഡനങ്ങൾ പറഞ്ഞ് ഇതിന് അറുതി വല്ലതും ഉണ്ടോ? എന്താ നടക്കുന്ന നൈജീരിയയിൽ? ക്രിസ്തീയ നാമധാരിയാണെന്ന് കേട്ടാൽ മതി, കഴുത്തറുത്ത് കൊല്ലുകയാണ്. അതുപോലെ തന്നെ എവിടെല്ലാം നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നതാണ്. അന്ധകാരം എന്ന് പറയും. അന്ധകാരത്തിന് നടുവിലും പാപത്തിൻ്റെ നിഴലിലും മരണത്തിൻ്റെ നിഴലിലും ജീവിച്ചിരിക്കുന്നവർക്കൊരു പ്രകാശം ഉദിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തേക്കും ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് അന്ന് നടന്ന സംഭവം, അതിൻ്റെ പശ്ചാത്തലം വേറെ, മനസ്സിലാക്കുമ്പോൾ എന്നും ആവർത്തിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം പറ്റി ഓർക്കുകയാണെങ്കിൽ
മനുഷ്യകുലത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഈ മതങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നപ്പോൾ എല്ലാ മതങ്ങളിലും ഒരു രക്ഷകനെ തേടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. മനുഷ്യാസ്തിത്വത്തിൽ ഒരു വലിയ അസ്വസ്ഥത അനുഭവപ്പെടാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പരിമിതിയിൽ നിന്ന്, ഉള്ളിൽ സംഘർഷത്തോടുകൂടി, അല്ലെങ്കിൽ അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ മരണഭീതിയിൽ ഉണ്ടാകുന്നതായ ഉത്കണ്ഠകളിൽ നിന്ന് ഒക്കെ എന്തെങ്കിലും തരത്തിലൊരു മോചനം പ്രാപിക്കാൻ വേണ്ടി ഒരു അദമ്യമായ ദാഹം മനുഷ്യകുലത്തിലുണ്ടായി. വ്യത്യസ്തമായ മതങ്ങളിൽ വ്യത്യസ്തമായ ഈ ഉപനിഷത്തുകളിലാണ് ഇപ്പോൾ മനോഹരമായിട്ട് കേട്ടിരുന്നത്. തമസോമ ജ്യോതിർഗമയ, എത്ര മനോഹരമായിട്ട് മൃത്യുമ അമൃതംഗമയ, അല്ലെങ്കിൽ എന്തോ ഒരു ഭംഗിയായിട്ടുള്ള കാര്യമാ അസതോമ സത്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യുമ അമൃത. ഇതൊക്കെ ഭയങ്കര മനുഷ്യൻ്റെ ആന്തരിക ആത്മാവിൻ്റെ ദാഹമാണ് പ്രകടിപ്പിക്കും. ഇത് ഇങ്ങനെ നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു മതങ്ങളിൽ. ബുദ്ധമതത്തിലാണെങ്കിൽ പോലും അവരെ വരാനിരിക്കുന്ന ഒരു ഗുരുവിനെ കുറിച്ച് BC 6-ാം നൂറ്റാണ്ടിൽ അത് എടുത്ത് പറയുന്നതായിട്ട് അവിടെ നാം കാണുന്നുണ്ട്. അതായത് ഒരു ഗുരു വരും മനുഷ്യകുലത്തിന് മോചനം നൽകാനായിട്ട്. ഒരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രതീക്ഷയാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്മസിൽ നടക്കുന്നത് ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യരക്ഷയ്ക്കായിട്ട്, സമാധാനത്തിനായിട്ട് ഒരു വ്യക്തി പൂജാതനായി എന്ന് പറയുമ്പോൾ അതൊക്കെ മനുഷ്യ പ്രകൃതിയുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. നെസസിറ്റേറ്റഡ് ബൈ ദി നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തു എന്ന് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ മനുഷ്യാസ്തിത്വത്തിന് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം അതിൻ്റെ പിൻപിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ വേറെ തരത്തില് ബുദ്ധനെ പോലെ തന്നെ കൺഫ്യൂഷ്യസ്, അതായത് അത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന കാലഘട്ടത്തിൽ, ബുദ്ധൻ്റെ തന്നെ ആ കാലഘട്ടത്തിലാണ് ശാശ്വതമായ ശാന്തിയും സന്തോഷവും മരണത്തെ മറികടന്നു പോകാനുള്ള ആ ഒരു അവസ്ഥ, അതിനു വേണ്ടിയിട്ട് ഒരാൾ പ്രത്യേകമായിട്ട് വരും എന്ന് ഈ മതത്തിനും എടുത്തു പറയുന്നത്. ഒരാൾ വരും, ഒരാളെ കേന്ദ്രീകരിക്കുന്ന ഒരു ചിന്തയാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന. സ്വരാഷ്ട്രീയ മതം BC 7-ാം നൂറ്റാണ്ടിലായിരുന്നു. അവരാണ് ആധികാരികമായി പഠിപ്പിക്കാൻ ഒരാൾ കടന്നു വരും. അതായത് അസ്തിത്വത്തിൽ പരിമിതി അനുഭവപ്പെടും, കുറവ് അനുഭവപ്പെടുന്നു, വിഷമത അനുഭവപ്പെടുന്നു. അപ്പം എങ്ങോട്ടും ഒരു വലിയ പ്രതീക്ഷ ഇങ്ങനെ കടന്നു. യവന കഥകളിലാണെങ്കിൽ പ്രൊമോത്തേയോസ് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഒരു ദുരന്ത കഥാപാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു ദൈവം തന്നെ വരുമെന്നാണ് ആ പറയുന്ന വലിയ ഐതിഹ്യത്തിൽ കിടക്കുന്നത്. സോക്രട്ടീസ് BC നാം പറയാം, സോക്രട്ടീസ് ജീവിച്ചിരുന്ന BC 470. അത് വരാനിരിക്കുന്ന സർവജ്ഞനായ ഒരാളിനെ കാത്തിരിക്കണം എന്ന് അദ്ദേഹം തന്നെ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു മഹാജ്ഞാനി കടന്നു വരും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ദാഹമാണ് തന്നിൽ നിന്ന് വ്യത്യസ്തനായി പുറമേ നിന്ന് ഒരു വ്യക്തി കടന്നു വന്നെങ്കിൽ മാത്രമേ തൻ്റെ ജീവിതം സഫലീകൃതമാകുള്ളൂ എന്ന ചിന്ത പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്നെടുത്ത് പറയാനാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കും. രക്ഷാകര ചരിത്രത്തിലേക്ക് നോക്കാതെയും അല്ലെങ്കിൽ ബൈബിളിലേക്ക് നോക്കാതെയും മനുഷ്യ പ്രകൃതിയിൽ തന്നെ ഇങ്ങനൊരു വലിയ ദാഹം കിടപ്പുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുൽക്കൂട്ടി കിടക്കുന്ന, ബേത്ലഹേമിൽ കിടക്കുന്ന, അങ്ങനെ ഈ മോണകാട്ടി ചെരിച്ചുകൊണ്ട് കാലും കായിട്ട് അടിച്ച് കിടക്കുന്ന കൊച്ചിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി സാക്ഷാത്കരിക്കുന്നു എന്നുള്ള, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ വലിയ ആഗ്രഹവും അഭിനിവേശവും സാക്ഷാത്കരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കണം. അല്ലാതെ നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവിക വെളിപാടിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കാൻ സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സത്യം പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ വേദവാസ്തവത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും വാഗ്ദാനവും വാഗ്ദാന പൂർത്തീകരണവും. എന്തിനാ വാഗ്ദാനം ഉണ്ടായത്? മനുഷ്യാസ്തിത്വത്തിൻ്റെ പരിമിതി ഞാൻ പറഞ്ഞതല്ലോ. അതാണ് പാപം മൂലം അസ്വസ്ഥനായ ആദാമിൻ്റെയും ഹവ്വായുടെയും കഥയിലൂടെ അവിടെ അവതരിപ്പിക്കുക. അതായത് എന്തോ നിയമത്തിന് വിരുദ്ധമായിട്ട് പോയി തെറ്റിൻ്റെ ബോധ്യത്തിൽ, കുറ്റബോധത്തോടുകൂടി ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. ദൈവസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഏകാഗ്രത, സമഗ്രത, പൂർണ്ണത ഉണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് രക്ഷാകര പദ്ധതി എന്ന് പറയും. അത് ആരംഭം തന്നെ പറയട്ടെ, ആ ബേത്ലഹേം പിറന്നു കിടക്കുന്നത് അത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സ്നേഹസമ്പന്നനായ ദൈവം പിറകെ വന്ന മനുഷ്യനായിട്ട് അവതരിച്ച് തന്നെ നമുക്കായിട്ട് നൽകുന്ന ആ പ്രക്രിയയുടെ ഭാഗമാണത്. പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പുൽക്കൂട്ട് ഒരുക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ വീടുകളിലും മനോഹരമായ നക്ഷത്രങ്ങൾ ചുറ്റുന്നുണ്ട്, അത് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് ആകർഷിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിൻപിലെ സത്യങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊള്ളാൻ കൂടി കഴിഞ്ഞാൽ അതൊക്കെ അർത്ഥവത്തായിട്ട് തീരെ തന്നെയല്ല,
ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് ഊർജ്ജം അത് പ്രദാനം ചെയ്യും. അതുകൊണ്ട് അത് വലിയ ഒരു വാഗ്ദാനം നടന്നത് എപ്പോഴാണ്? തിന്മ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ്. തിന്മ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വന്നതാണ്. ആ പാമ്പിൻ്റെയും ഒക്കെ ആ ആവിഷ്കാരം, അല്ലെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ പഴം പറിച്ച് തിന്നു എന്നൊക്കെ പറയുന്നത് അതാ മനുഷ്യൻ മനസ്സിലാകുന്ന രീതിയിൽ, അന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനുഷ്യൻ തെറ്റ് ചെയ്തു, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ദൈവമഹത്വം നഷ്ടപ്പെടുത്തി എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ്. അല്ല ആദവും ഹവ്വായും എന്ന ഏറ്റവും ആദ്യത്തെ മനുഷ്യ വ്യക്തികളാണ് എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കാനും നരവംശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പഠിക്കട്ടെ. ശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്. ഇതെങ്ങനെ ഈ വസ്തുക്കളൊക്കെ എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ശാസ്ത്രം പഠിപ്പിക്കട്ടെ. ഇത് എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് പഠിപ്പിക്കാതാണ് വേദപുസ്തകം ഒരുങ്ങുക. എന്തിനു വേണ്ടി, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നീ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞപ്പോൾ നിനക്കുണ്ടായാലും ഭയങ്കരമായ പരാജയം, അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അപ്പം നിനക്ക് നഗ്നത അനുഭവപ്പെട്ടു. ആദ്യം നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒളിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നഗ്നനായിരിക്കും. പറഞ്ഞു നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? നഗ്നത എന്ന് പറഞ്ഞ എൻ്റെ മഹത്വം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഞാൻ നഗ്നനായിരിക്കുന്നു. അപ്പം ഞാൻ നോക്കി അവിടെയാണ് വിളിച്ചു വരുത്തി ഞാനത് വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു അല്ലേ? പാപം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ചെയ്യരുതാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ഒന്നുകൂടെ ആവർത്തിക്കുക. ചെയ്യരുതാത്ത ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ കുമ്പസാരം ഇങ്ങനെ നിരനിരയായിട്ട് നിന്നാം. കുമ്പസാരത്തെക്കുറിച്ച് എന്തുമാത്രം ഇതിനു മുമ്പ് ഭയങ്കര ആരോപണം ഉണ്ടായിട്ട് ആരും കുമ്പസാരിക്കാൻ പോകരുത് എന്നൊക്കെ വിളിച്ചു കൂടിയല്ലോ. എന്നിട്ട് എന്നാ ഫലം? അച്ഛന്മാർക്ക് ഇരിക്കപ്പെടുന്നില്ല. എൻ്റെ മണിക്കൂറുകൾ ഇരുന്നാലും തീരുകയില്ല. ഇങ്ങനെ ലൈനായിട്ട് മനുഷ്യൻ കുമ്പസാരിക്കാൻ വന്നുകൊണ്ടിരിക്കുക. അവിടെ ഓർക്കണം ഒരു കാര്യം, അത് ഒരു തിരിച്ചു വരവാം ദൈവത്തിലേക്ക്. അത് ഹൃദയം കൊണ്ട് തിരിച്ചു വരണം. ഹൃദയം കൊണ്ട് തിരിച്ചു വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ അനുതാപല പശ്ചാത്താപം എന്നൊക്കെ പറയുമ്പോഴേ അസ്തിത്വത്തിൻ്റെ അംഗീകരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ മഹനീയത അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന തൻ്റെ ഇല്ലായ്മയും തൻ്റെ നിസ്സാരത അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനുതാപം എന്ന് പറയും. അല്ല ഒറ്റപ്പെട്ട പ്രവൃത്തികളെ എടുത്തു പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർക്കൊന്നും അല്ല. ഒറ്റപ്പെട്ട പ്രവൃത്തിക്ക് എടുത്തു പറഞ്ഞു. പക്ഷെ അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ മഹനീയതയുടെ മുമ്പിൽ, മഹത്വത്തിന് മുമ്പിൽ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ മഹത്വം വീണ്ടെടുക്കാൻ വേണ്ടി ഹൃദയത്തിലേക്ക് ആഴമായ ആ എളിമയോടുകൂടി വിനയത്തോടുകൂടി തമ്പുരാൻ സന്നിധിയിലേക്ക് എത്തുന്ന അനുതാപം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കുമ്പസാരത്തിന് ഞാൻ പ്രത്യേകം ക്ഷണിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ കഴിയും. ഭാരം ഇറങ്ങിപ്പോട്ടെന്നേ, മനുഷ്യൻ്റെ ഭാരം ഇറങ്ങിപ്പോട്ടെ. ഉണ്ണീശോ പിറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിലാണ് പിറക്കേണ്ടേ. മറ്റതൊക്കെ നമുക്ക് അടയാളങ്ങളാണ്. ഹൃദയത്തിലാണ് പിറക്കേണ്ടത്. ഹൃദയത്തിൽ പിറക്കണമെങ്കിൽ അത് അംഗീകരിക്കുന്ന വിശ്വാസം വേണം. ആട്ടിടയന്മാരെ പോലെ അല്ലെങ്കിൽ പൂജരാജാക്കന്മാരെ അതിനാം കുമ്പസാരിക്കുന്നു എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്നാ സംഭവിച്ചത്? തിന്മ സംഭവിച്ചല്ലോ. തിന്മ സംഭവിച്ചപ്പോൾ 3 കൂട്ടരാണ്. ആദവും ഹവ്വായും സർപ്പം തിന്മയുടെ പ്രതീകമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അന്നത്തെ വിഗ്രഹാരാധന സർപ്പാരാധനയുടെ പ്രതീകമാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്നു ശിക്ഷ. നേരിട്ട് ഒരു വിചാരണയും കൂടെ സർപ്പത്തെ ശിക്ഷിച്ചു. നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. അതൊരു വാഗ്ദാനമാണ്. ഇതാണ് പ്രോട്ടോവഞ്ചേലി എന്ന് പറയുന്നത്. അത് വാഗ്ദാനമാണ്. ആ സന്തതി എവിടെ ജനിച്ചിരിക്കുന്നതേ. എങ്കിലും നീ അവൻ്റെ കാലിൽ കുതിക്കാലിൽ പരിക്കേൽപ്പിക്കും. ആ പരിക്ക കാൽവരി കണ്ടത്. അതായത് കുരിശിലെ ആ മുള്ളാണികളാൽ തറയ്ക്കപ്പെട്ട് തലയിൽ മുൾമുടി ചാടി ശരീരം ചിതറി വേദനിച്ച് രക്തം മാർന്നൊഴുകി അവിടെ കിടന്ന് മരിക്കുന്ന ഇതാണ് നിന്റെ കുതികാലം. പരിക്കേൽപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നില്ല. പരിക്കൊക്കെ കരിഞ്ഞ് അവൻ ഇറങ്ങാനായിട്ട് വരും. ഇതാണ് അതൊരു വേറൊരു കാര്യം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്മസ് നടക്കുന്നത്. അതായത് ദൈവം തന്നെ തൻ്റെ മകനെ, ഇതൊരു നോക്കിക്കേ, എന്ത് വാത്സല്യമുള്ള പിതാവാന്ന് നോക്കിക്കേ. തെറ്റ് ചെയ്തപ്പോൾ നഗ്നതയുണ്ടായി. നഗ്നത എന്തായ ബോധ്യം, അതായത് മഹത്വം പോയി കഴിയുമ്പോൾ അത്തിയിൽ വിളിച്ച് മറിച്ചു. കർത്താവിനെ നീ അത്തിയിലൊന്നും മറിക്കണ്ട, തുകലുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കാതിരിക്കാനും പറ്റില്ല. തെറ്റിന് ശിക്ഷയുണ്ടാകണം. അതാണ് നീതി, അതാണ് ധർമ്മം എന്ന് പറയും. അതുകൊണ്ട് പുറത്താക്കപ്പെട്ടെങ്കിൽ ആ പുത്രഹൃദയം അവൻ്റെ പിറകെയായിരുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പത്തീസാർ ചിത്രത്തിലൂടെ നാം കാണുന്നത് പാപം ചെയ്ത് മനുഷ്യനായിട്ടല്ലേ. ഉൽപ്പത്തിയുടെ പുസ്തകം 1, 2, 3 പറയുന്നത് എന്താ? പാപവും ശിക്ഷയല്ലേ. ഞാൻ പറഞ്ഞു പാപവും ശിക്ഷയല്ല. അത് പിതൃഹൃദയത്തിൻ്റെ വേദനയും പിറകെയുള്ള നടപ്പുമാണ്. പിതൃഹൃദയം വിളിക്കുന്നു, ആ പെണ്ണി എവിടെ എന്നിട്ട് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പുറത്തു പോകേണ്ടതിൻ്റെ പിന്നാലെ ഇരാ വരിക.
അതായത് സാത്താന്റെ സന്തതിയെ തല തകർക്കും, തൻ്റെ പുത്രനെ തന്നെ വീടും അത്രയധികമായി ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറമേ വരുന്നതാണ്. ആ വരവാണ് ഈ ബേത്ലഹേമിൽ കിടക്കുന്ന എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് സ്വയം തകർത്തുകൊണ്ട്, അതായത് ദൈവം തന്നെ മുറിവേൽപ്പിച്ചു, തൻ്റെ പുത്രനെ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട്, അത് തകരുന്ന ആ വ്യക്തിത്വം തകർന്നതിന് വേണ്ടിയാണ്, നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി. അത് എന്തിനാ? അതാണ് നീതി, അതാണ് കരുണ, അതാണ് ക്ഷമിക്കുന്ന സ്നേഹം, അത് അണയാത്ത പ്രത്യാശ മനുഷ്യകുലത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്ന കാര്യം നാം ക്രിസ്മസ് സ്ഥാനങ്ങൾ ഓർക്കേണ്ടതാണ്. വലിയ പ്രത്യാശയാ. വ്യക്തിപരമായി നാം ഓർക്കണം, നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ ആചരിച്ച് ഇപ്പം എന്താ ഒരു ചടങ്ങായി, സാമൂഹ്യ ചടങ്ങായിട്ട് അധപ്പതിച്ച് കളയരുതേ. സമൂഹത്തിൽ ഇതൊക്കെ ചടങ്ങായിട്ട് മാറി. ഈ മതത്തെ അറ്റാക്ക് ചെയ്യുന്ന എന്തിനാ? ഒരുപാട് ചടങ്ങുകൾ, ആ ചടങ്ങുകൾക്കൊന്നും അർത്ഥമില്ലാത്ത അനുഭവം മറ്റുള്ളവർക്ക് തോന്നുന്നു. ഇതിലൊക്കെ പോയി മുഴുകി നിൽക്കുന്നവരല്ല, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വല്ലാത്ത ഒരു നീതിരഹിതമായിട്ടുള്ള ജീവിതം, അക്രമം, ചുറ്റുപാടുകൾ, അയൽക്കാരുടെ പിണക്കം, വൈരാഗ്യം, പ്രതികാരം, ഇവിടെ എവിടെയാണ് ആത്മീയത ഇരിക്കുന്നത്? അതുകൊണ്ടാണ് ആളുകളെ ഈ പറയുന്ന യുക്തിവാദികളും നിരീശ്വരന്മാരും കൊണ്ടാണ് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ ആരും ഒന്നും അതിനെതിരെ പറയില്ല. സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹമുള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയോട് ആർക്ക് എതിർക്കാൻ പറ്റും? അതാണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിന് ആർക്ക് തന്നെ മാറ്റി നിർത്താൻ പറ്റും? അപ്പം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിലല്ലേ പുതിയ തലമുറയിലേക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കുറെ ചടങ്ങുകൾ കൊണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ വഴക്കം ഉണ്ടാക്കി, വക്രാണം ഉണ്ടാക്കി, അയ്യോ ഇത് വേണ്ടി മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി, ഇങ്ങനെയൊക്കെ വന്നിട്ട് ചാവറായി തീർന്നുകൊണ്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യമൊന്നും അല്ലത്. ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ ഹൃദയം തപിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി പറയാൻ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എന്തിനാ? അതായത് നീ തകർത്തിട്ട് പോയി കഴിഞ്ഞപ്പം ആ ജനതകളിൽ നിന്ന് ഒരു വ്യക്തിയെ വിളിക്കുക, ഒരു വ്യക്തി പിന്നെ ഒരു ജനമായിട്ട് മാറുക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. ദൈവത്തിൻ്റെ പദ്ധതി കണ്ടു വരുന്നത്. അതായത് ഇന്ന് വരെ നീ ജീവിച്ചിട്ട് നിനക്ക് അന്നേരം ബുദ്ധിക്ക് തോന്നിയ രീതിയിലൊക്കെ, പക്ഷേ അത് പറ്റില്ല. ഇനി ഞാൻ കാണിച്ചു തരുന്ന എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് നീ തിരിയണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശോധിക്കുന്നത് പോരാ. കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഇതുവരെ നീ അല്പമെങ്കിലും ദൈവത്തോട് ആലോചിച്ചിട്ടാണോ നിന്റെ പരിപാടിയെ പ്ലാൻ ചെയ്ത്? നിന്റെ ഇടപാടുകൾ എവിടെയാണ് ദൈവഹിതം ഇരിക്കുന്നത്? ദൈവഹിതമാണ് എങ്കിൽ നീ അയൽക്കാരനെതിരായിട്ട് നീങ്ങുമോ? പറ്റുമോ നിനക്ക്? അയൽക്കാരന് വെറുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വെറുക്കുന്നതോട് കൂട്ടുകൂടാൻ പറ്റുമോ? ഇത് സംഘടിച്ച് ശത്രുതയുടെ പെരുമാറാൻ പറ്റില്ല. അതൊരു ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. അതാണ് ദൈവഹിതപ്രകാരമുള്ള ദൈവപരിപാലന വഴിയിലൂടെ നീ നീങ്ങണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ. അങ്ങനെ നീങ്ങിയെങ്കിലേ ശരിയാവുള്ളൂ. എന്തെല്ലാം കലഹങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരുന്ന വഴി വിട്ടുപോയതിൻ്റെ ഫലമായിട്ടല്ലേ. നിനക്ക് നിരാശയുണ്ടായി എന്തുകൊണ്ടാണ്? വിഷാദം ഉണ്ടായി എന്തുകൊണ്ടാണ്? ആത്മഹത്യ ഇത്രയും പെരുകാനുള്ള കാരണം എന്തൊരു കട്ടിയായ ആത്മഹത്യ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. പണമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. ജീവിതത്തിൽ ടെൻഷനുണ്ടെന്നേ, ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെന്നേ, മേലധികാരിൽ നിന്ന് നമുക്ക് ചവിട്ടേക്കുമെന്നേ. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതാണോ അതിന് പരിഹാരം എന്ന് പറയുന്നത്? അപ്പോൾ ഈ മക്കളുടെ ഭാവി എവിടെ പോയി? എനിക്കൊന്നും ചിന്തിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ മറ്റെല്ലാ തലങ്ങളും ആത്മഹത്യയുടെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇവിടെ അവസാനിക്കില്ല. അതുകൊണ്ട് അവസാനിക്കാത്തൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ഹൃദയത്തിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ കൃത്യമായിട്ട് തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ. അതായത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ മഹത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആന്തരികമായി നിനക്ക് സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ച ദേശത്തേക്ക് നീ പോകണം, അപ്പം നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്നാ. നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറണം. ചില ജീവിതങ്ങളെ കാണാൻ നോക്കുന്നില്ല, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരാ, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെയാ. നിന്റെ ഉള്ളിലേക്ക് ഈ ബേത്ലഹേമിൽ കിടക്കുന്ന കുഞ്ഞെ ഒന്ന് അകത്ത് കിടന്ന എൻ്റെ സഹോദര, നിന്റെ പുൽക്കോട് എന്നൊക്കെ പറയുന്നത് നിന്റെ ഹൃദയം തന്നെയാണ്. അവിടാണ് പിറക്കേണ്ടത്, അവിടാണത് ജനിച്ചു വളരേണ്ടത്. ആ കാലും കൈയിട്ടടിക്കുന്ന നിന്റെ ഹൃദയത്തിലായിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നീ എന്താ മഹത്വമാർജിക്കും. അപ്പൊ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. കണ്ടില്ലേ, അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വ്യക്തി അവിടെ നിൽക്കുന്ന യോസേപ്പ്, പിതാവും പരിശുദ്ധ കന്യാമറിയവും അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നത് കണ്ടേ. അവർ ലോകത്തിന് പ്രദാനം ചെയ്തു, ലോകത്തിന്റെ രക്ഷകനെ, പുത്രനെ പ്രദാനം ചെയ്തു. പീഡ സഹിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, വേദനിച്ചുകൊണ്ട്. എന്തൊരു വേദനയുണ്ടായിരുന്ന, സർവ്വടത്തും തിരസ്കാരമായിരുന്നല്ലേ, ആരംഭം തൊട്ട് തിരസ്കാരമായിരുന്നില്ലേ. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അകത്ത് ഭാഗത്തും തന്നെ ഞാൻ പുരുഷനെ അറിയുന്നില്ല പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ അതറിയുന്ന പുരുഷൻ പെട്ടെന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകാനല്ലേ തീരുമാനിച്ച. ആരംഭത്തിൽ തന്നെ തിരസ്കാരം അറിഞ്ഞോ അറിയാതെയോ അല്ലേ ഈ കുഞ്ഞിന് സംഭവിക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾക്ക് പിന്നീട് സംഭവിക്കുന്നതല്ലേ. പിന്നെ ഈ കുഞ്ഞിന് പിറക്കാൻ ഇടയില്ലാത്ത അവസ്ഥ വന്നില്ലേ.
പെട്ടെന്ന് മനസ്സിലാക്കും, തിരിഞ്ഞു നോക്കി അതിന് ചെയ്തത് പിറന്നു കഴിഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ സ്വന്തം നാട്ടിൽ ജനിക്കാനും കൊച്ചിന് പറ്റിയില്ല, അത് ജനിച്ചിടത്തു നിന്ന് പിന്നെ അവിടെ കിടക്കാനും വളരാനും പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലേക്ക് പലായനം ചെയ്യുന്നതിന് വരുന്നുണ്ടല്ലേ, തിരസ്കാരവും ബഹിഷ്കരണവും പീഡനവും ചുറ്റും കൂടെ നിൽക്കുക രക്ഷകന്റെ ജീവിതത്തിലായി പറയുന്നത്. രക്ഷകന്റെ ജീവിതത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ എന്തായിരിക്കും? പക്ഷെ ആ രക്ഷകളിൽ നിറഞ്ഞു തുളുമ്പുന്ന ചൈതന്യമുണ്ടല്ലോ, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും ക്ഷീണമുണ്ടാകും, തളരാതിരുന്നത്. ഇവർ ഈ കുഞ്ഞിനെ കൊണ്ട് പോയ വഴിക്കൊക്കെ ആയിരക്കണക്കിന് മൈൽ, ഇന്നത്തെ വണ്ടിയില്ല, വാഹനമില്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, ഇന്നത്തെ വിമാനമില്ല, കാറില്ല, ഒന്നുമില്ല. ഈ മലയിടുക്കിലൂടെ നടന്ന് അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിച്ച് ഇങ്ങനെ വേണം പോകാനായിരുന്നു. കുഞ്ഞും കയ്യിലുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കും. നമുക്ക് തന്നെ അറിയാവുന്ന മാതാപിതാക്കള് ഒരു കുഞ്ഞു കയ്യിലുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടാം. അമ്മ എത്ര നേരം നോക്കും, അപ്പനും സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പൻ കയ്യിലിരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അമ്മേൻ്റെ അടുത്തേക്കും, അമ്മയുടെ പറഞ്ഞു വീണ്ടും കൊച്ചിൻ്റെ കയ്യിലേക്ക് വരും. ആ പോകുന്നൊരു പോക്കാ. അത് തിരിച്ചു വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? കൊച്ചിന് 7 വയസ്സായിരുന്നേ, അത് ഉരുണ്ട് വീഴുക, പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകണ്ടേ എന്നൊരു പാരം നോക്കണം. ഞാൻ അതിലേക്ക് അത് വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുന്ന മഹത്വം മാതാപിതാക്കൾക്ക് ധൈര്യം പകർന്നു, ശക്തി പകർന്നു. അപ്പം നമുക്ക് ജീവിതത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. അടിവരയിട്ട് മനസ്സിലാക്കണം സഹോദര സഹോദരി. ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്ന ക്രിസ്ത്യാനി, യേശു മിശിഹ നിന്റേത് മാത്രമല്ല. അങ്ങനെ നീ വിചാരിക്കുന്നത് തെറ്റാ. ഇത് മനുഷ്യ കുലത്തിന്റെ രക്ഷകനാ. അപ്പൊ നിന്നിലൂടെ എല്ലാ ജനം അനുഗ്രഹിക്കപ്പെടുന്നത് നീ അതൊന്ന് മാറ്റി പരിവർത്തനപ്പെട്ട് മാനസാന്തരപ്പെട്ട് തെളിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. നിന്റെ ജീവിതം ഇതുപോലെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ജീവിതത്തിലൂടെ നീ ക്രിസ്തീയ നാമധാരിയായിട്ട് നടന്നാൽ നീ വാസ്തവത്തിൽ കാണിക്കുന്നതിന് ഉറപ്പല്ലേ, വിപരീത അനുഭവമല്ലേ കൊടുക്കുന്നത്, വിപരീത സാക്ഷ്യമല്ലേ കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, നിന്നെ എന്തിന് ദൈവം എത്ര വിലപിടിപ്പുള്ള മൂല്യമുള്ള സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് നീ കാണിക്കുന്ന എന്താ മാറ്റം വരുത്തണ്ടേ? നിന്നിലൂടെ നന്മ കണ്ട് പഠിക്കാനാണ് മറ്റ് ജനതകൾ ആഗ്രഹിക്കുന്നത്. അതാ നിന്നിലൂടെ എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന പറയുമ്പോൾ അതാ നിന്നെ നോക്കിയിട്ട് ഹൃദയത്തിന്റെ അവസ്ഥ അതനുസരിച്ച് മറ്റും കണ്ടില്ലേ, ആ ചേട്ടനെ നോക്ക്, ആ ചേച്ചിയെ നോക്ക്, എന്തൊരു നല്ല മനുഷ്യനാ, ഒരു ഉപകാരിയ, എന്തൊരു വിഷമമുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാം, ഒന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, എന്തൊരു സമാധാനം എന്ന് പറയാൻ സാധിക്കണം മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച്. അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ സന്തോഷം കിട്ടും. അതോ മറിച്ച് തേരെ എങ്ങനെ എന്താ നമുക്ക് വീട്ടിലെന്താ നടക്കുന്നു നോക്കിയിട്ട് കുറ്റം പറയാൻ വേണ്ടി കാത്തിരിക്കുക നമ്മുടെ മനസ്സെങ്കിൽ അത് പൈശാചികമാണ്. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ലേ? സാത്താൻ എന്ന് പറഞ്ഞാൽ കുറ്റാരോപിക്കുന്നതിന്റെ അർത്ഥം. നാം സാത്താനായിട്ട് മാറരുത്, സർപ്പമായിട്ട് മാറരുത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഏബ്രഹാമിൽ വന്നിരിക്കുന്ന അവരെ എന്തിനു വേണ്ടിയാ? അത് അവൻ അവസാനം എന്നാകുമ്പോഴേക്കും ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടും ദൈവം. അപ്പൊ അബ്രഹാം വിശ്വസിച്ചു. എന്നാ പറഞ്ഞിരിക്കുന്ന ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുക, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. കൽപ്പിച്ചത് അനുസരിച്ച് പുറപ്പെട്ടു. നിന്റെ ജീവിത യാത്ര അങ്ങനെ ആയിരിക്കേണ്ടതാണ്. നിനക്കപ്പുറത്തേക്ക് നിന്നെ മാടി വിളിക്കുന്ന ഒരു ദൈവ വിശ്വാസം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിബന്ധമാണ്. അത് ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന കാര്യമാണ്. അത് പ്രാർത്ഥനാനിരതമായിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളാ ദൈവം, നമ്മോട് സംസാരിക്കുന്ന ആളാ ദൈവം. നാം അത് കൃത്യമായിട്ട് കേൾക്കണം. കേട്ടിട്ട് ഓരോ കാര്യം തുടങ്ങുന്നതിനെ അങ്ങോട്ട് ചോദിക്കണം, കർത്താവ് ഞാൻ എന്നെ ചെയ്യാൻ പോവാണ്, നിനക്ക് ഇഷ്ടമാണോ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യൂ. അബ്രഹാം കൽപ്പിച്ച പ്രകാരം പുറപ്പെട്ടു. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുന്ന എങ്ങോട്ടെന്നറിയാതെ എന്ന് പറഞ്ഞ എങ്ങോട്ടെന്നറിയാതെ, അതായത് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നീ വിളിച്ചവരിൽ വിശ്വസിക്കണം, അപ്പം വഴി കാണിച്ചു തന്നിരിക്കും. നമ്മൾ പലപ്പോഴും ആകുലചിത്തരല്ലേ? എന്തുകൊണ്ടാ? ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം എന്നാ സംഭവിക്കുന്ന അറിയാൻ പാടില്ല, എങ്ങോട്ടപ്പം അറിയാൻ പാടില്ല. ഇവിടെ നീ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അപ്പൊ ഇപ്പം നിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ളപ്പോൾ അപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം നിന്നെ രക്ഷിക്കുന്ന ദൈവം അപ്പോഴും രക്ഷിക്കും. നീ ഉറപ്പായിട്ട് ദൈവസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണം. കർത്താവ് കൽപ്പിച്ചനുസരിച്ച് പുറപ്പെട്ടു മാത്രമല്ല, വളരെ കൃത്യമായിട്ട് എങ്ങോട്ടെന്നറിയാതെ വിളിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് അവൻ വളരെ കൃത്യമായി ഹൃദയത്തിൽ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രവിക്കുന്ന വിശ്വാസം അത് വിശ്വസിച്ചുകൊണ്ട് പുറപ്പെട്ടു. അതുകൊണ്ട് ആ അനുഗ്രഹം ഓരോ വ്യക്തിക്ക് മാത്രമല്ല ജനതകൾക്കും ദൈവം നൽകുക. അപ്പൊ അതുകൊണ്ട് അതാണ് ഏക വ്യവസ്ഥ. എന്താ? ഒറ്റ കാര്യമുള്ള വ്യവസ്ഥ ഇതാണ്, വിശ്വസിക്കണം. അതായത് നീ വിശ്വസിക്കുന്ന ഹൃദയം അർപ്പിക്കണം, സമാധാനത്തോട് നീ അത് ഏറ്റുപറയണം. അങ്ങനെയാണെങ്കിൽ നിന്റെ സന്തതി എന്തായിരിക്കും? അത് അനുഗ്രഹത്തിന്റെ സന്തതിയായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിന്റെ സന്തതി ഒരു വാഗ്ദാനം അവിടെ വരുന്നത് കണ്ടില്ലേ?
പറുദീസായിലെ സന്തതി എന്ന് പറഞ്ഞത് ആ സന്തതി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, അബ്രഹാമിന്റെ സന്തതിയായിട്ട് മാറുകയാണ്. പിന്നീട് ഈ സന്തതിയാണ് പിന്നീട് ഈ പുൽക്കൂട്ടി കിടക്കുന്നത്. അതിനെക്കുറിച്ച് പ്രവചനങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ 2-3 ടോക്കുകൾ കൊണ്ട് മുഴുവൻ പറയാൻ പറ്റില്ലെങ്കിലും കുറേയെങ്കിലും ആളെ വ്യക്തമായിട്ട് അത് വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള കാര്യം നാം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്, നീ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. ഉൽപ്പത്തി 22:18 പറയുന്നു, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അന്ന് പറഞ്ഞതാ. ഉൽപ്പത്തി 22:18 പറയുന്നു, നീ എൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട് നിന്നിലൂടെ ലോകത്തിലെ എല്ലാ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നിന്നിലൂടെയാണ് അനുഗ്രഹം. അപ്പൊ ജനതകൾ അനുഗ്രഹീതമാകുന്നു, അല്ല ഒരു വ്യക്തി മാത്രമല്ല. അതുകൊണ്ട് തുടർന്ന് വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സന്തതി എന്ന് പറയുന്നത് ഒരു സിംഗുലറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല വ്യക്തികൾ, ഒറ്റ വ്യക്തി, ആ വ്യക്തി കേന്ദ്രീകരിച്ച് രക്ഷാചരിത്രം മുമ്പോട്ട് നീങ്ങി അങ്ങോട്ട് പടിപടിയായി. പലപ്പോഴും വേദപുസ്തക ഭാഗങ്ങൾ എടുത്തിട്ട് കണക്ട് ചെയ്യപ്പെടാൻ അറിയാതെ എടുത്തു നോക്കിയിട്ട് ഇതല്ല എന്തൊരു കഥകളാ കെട്ടുകഥ എന്ന് പറയുന്നവരെ, ഇത് തമ്മിൽ പരസ്പര ബന്ധമുള്ള ഒരു ചരട് കിടപ്പുണ്ട്. ആ ചരട് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ കൃപയിൽ വിശ്വാസത്തിലൂടെ അത് പഠിക്കാൻ നോക്കണം. പഠിക്കാൻ നോക്കിയാൽ സംഗതി അങ്ങ് മാറും. അപ്പം നിന്റെ ഉള്ളിലുണ്ടല്ലോ വലിയ പ്രത്യാശ ഉണ്ടാവും, വലിയ പ്രത്യാശ. ആ പ്രത്യാശ വരുന്നത് എവിടെ നിന്നാ? വളരെ മനോഹരമായിട്ടുള്ള ജീവിതം. നാം അബ്രഹാം അത് കഴിഞ്ഞ് അടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്, ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞ് പിന്നെ എന്നാ സംഭവിക്കും? ബാക്കി ഞാൻ പെട്ടെന്ന് നിൽക്കുന്ന അറിയാവുന്നൊരു കാര്യമല്ലേ, അദ്ദേഹത്തിന് ഉണ്ട് ഏകജാതനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്തോ ഒരു സംഘർഷമാണ്. ആ ഒറ്റ സന്തതി ഉണ്ടായിട്ട് അതിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെ പറയുന്നതിന്റെ കാരണം എന്നാ? അവനിൽ വിശ്വസിക്കുന്ന ആരും. അതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാൻ അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യാം. അതായത് അവനിൽ വിശ്വസിക്കുന്ന ആരും, ആരാ? ദൈവപുത്രൻ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ട് തൻ്റെ ഏകജാതൻ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. അതിന്റെ പ്രതീകാത്മകതയാണ് അബ്രഹാമിന്റെ സന്തതിയെ ബലിയർപ്പിക്കാനായിട്ട്. മോറിയ മലയിലേക്ക് ഈ കുഞ്ഞുമായിട്ട് പോകുന്ന ചിത്രം മനസ്സിലില്ലേ? വിറകുമായിട്ട് പോകുന്നില്ലേ? കൊച്ചു ചോദിക്കുക, അപ്പ അതെ വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? അത് ഈ പാവത്തായിട്ട് വിഷമിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തൻ്റെ പുത്രനെ നൽകാനിരിക്കുന്നതിന്റെ മുന്നോടിയും പ്രതീകവുമായിട്ട് ഇസഹാക്ക് എന്ന വ്യക്തി കർത്താവ് പ്രതീകമായിട്ട് അവതരിപ്പിക്കുക. അവിടെ ഭാവിയിൽ എൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം തൻ്റെ നൽകാൻ ലോകത്തെ അത്ര അധികമായിട്ട് സ്നേഹിച്ചു. അതാണ് ആ സന്തതി എന്ന് പറഞ്ഞത്. അപ്പൊ എന്നാ വേണ്ടി? ഇത് പല സന്തതികളല്ല, ഒറ്റ സന്തതിയെക്കുറിച്ച് പറയും. ബലിയർപ്പണം എന്ന് പറയുന്നത്, അതായത് മനുഷ്യന്റെ ബലിയർപ്പണം എന്ന് പറയാം. ഏകജാതന്റെ ദൈവത്തിന്റെ സ്നേഹം ആഴമായി അങ്ങോട്ട് ബലി അർപ്പിക്കില്ല, വാസ്തവത്തിൽ ഇങ്ങോട്ട് ദൈവം സമ്മാനമായിട്ട് തരികയെ. ദൈവം ഇങ്ങോട്ട് സമ്മാനം തരുന്ന ഈ അർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെന്ന് നിൽക്കുക. നമ്മളേതാണ്ട് വലിയ കാര്യം ചെയ്തിരിക്കുക, നമുക്ക് ഒരു കാര്യവും ചെയ്യുന്നില്ല. നമ്മളവിടെ പോയി നിൽക്കുക, ഇങ്ങോട്ട് സമ്മാനമായിട്ട് തരിക. കാരണം ബലി അർപ്പിച്ച പുത്രന, ദൈവത്തിന്റെ പുത്രന. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്ന പ്രവചന ഭാഗത്തേക്ക് നമ്മൾ മനസ്സിലിരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ തോന്നും വെളിച്ചത്തിൽ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ബേത്ലഹേമിലേക്ക് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനെ കാണരുത്. അമ്മ അവിടെ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥയാകുമെന്ന് പറഞ്ഞ് അവിടെ തൊട്ട് ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതിനു മുമ്പും ആത്മാവ് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അമലോത്ഭയാൽ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് കുഞ്ഞു രൂപീകൃതമാകും. മനുഷ്യനൊന്നും മനസ്സിലാകില്ല. അതായത് ഈ പറയുന്ന കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നത് പറഞ്ഞാൽ അതെങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കും. പക്ഷെ ആത്മാവിന്റെ ജീവിതത്തിലേക്ക്, ആത്മാവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിയുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ആവുന്നത് ദൈവമാണ് ഹ്യൂമൻ ഇന്റർവെൻഷൻ കൂടാതെ തൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു എന്നതാണ് സത്യം. അപ്പൊ ആ പുത്രൻ ഭൂമിയിലേക്ക് വന്നതിൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം സാവധാനത്തെ ചുരുളറിയുന്നതാണ് രക്ഷാചരിത്രം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുഴുവൻ ഭംഗിയായിട്ട് യൂദാ ഗോത്രം തിരഞ്ഞെടുക്കും. ആ സന്തതി വീണ്ടും കണ്ട് യൂദായിലെത്തി നിൽക്കാം. യൂദാ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കും. ഉൽപ്പത്തി 49 അധ്യായത്തിലെ 60-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ യാക്കോബ് തൻ്റെ മക്കളെ ഒക്കെ ആശീർവദിച്ചു. ആ അവസരത്തിൽ യൂദ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ സ്തുതി, ദൈവത്തിന് സ്തുതി. അതായത് യാ ദഹ എന്ന വാക്കിന്റെ അർത്ഥം അത് ദൈവത്തിനെ സ്തുതിക്കുക എന്നുള്ളത്. യഹൂദ അല്ലെങ്കിൽ അതിൽ നിന്ന് യൂദ എന്ന പദമുണ്ട്. ദൈവം എന്ന് പറയുന്ന സ്തുതി, അതായത് ദൈവത്തിന് സ്തുതി എന്നാണ് യൂദ എന്ന് പറയുന്ന അർത്ഥം. യഹൂദ അവിടെ അവന് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം അനുഗ്രഹിക്കാൻ പറ്റും മാറ്റി നിർത്തിയിട്ട് യൂദ നീ ഒരു സിംഹമാണ്. നീ ഒരു സിംഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നീ ഒരു സിംഹമാണെന്ന് നിന്നിലൂടെ രാജാവ് കടന്നു വരും. രാജാവിന്റെ പ്രതീകമാണ് സിംഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനിൽ ശക്തി ഉണ്ടായിരിക്കും, അധികാരം ഉണ്ടായിരിക്കും. സിംഹം ഒരു സിംബളാണ്. നീ ഒരു സിംഹമാണെന്ന് പറഞ്ഞത് പിന്നീട് പൂർത്തിയാക്കാൻ പോകുന്ന എവിടെയാ? ഈ പറയുന്ന ഇവിടെ കിടക്കുന്ന ഈ ബേത്ലഹേം പുൽക്കൂട്ടി കിടക്കുന്ന കൊച്ചെ സിംഹമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ?
അത് ഭൗതികമായ അർത്ഥത്തിലാണ് വിശ്വസിക്കാത്തത്. അത് സിംഹം തന്നെയാ. എന്ത് സിംഹമാ? അതിഭയങ്കരമായ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണത്. ദൈവിക ശക്തി മാത്രമല്ല, ദൈവത്തിന് അധികാരമുള്ള വ്യക്തിയാണത്. അതൊരു സംശയമൊന്നുമില്ല. അത് കാണണമെങ്കിൽ കണ്ണ് തുറന്ന് കാണണം. അല്ല, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും മനസ്സിലാക്കിയിട്ടും ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കാതെയും മാനസാന്തരപ്പെടെ ഇരിക്കുന്ന ഒരു ജനമായിട്ട് തീരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം മാറുമ്പോഴാണ് അവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുക എന്താ? യൂദ അവന്റെ അധികാര ദണ്ണ് യൂദായെ വിട്ടു പിരിയില്ല. 49:10. അതായത് രാജ്യത്വത്തിന്റെ അടയാളമാണ് ചെങ്കോൽ എന്ന് പറയുന്നത്. അധികാര ദണ്ണാണ് അത്. ആ അധികാര ദണ്ണ് യൂദായെ വിട്ടു പോവില്ല. ഉൽപ്പത്തി 49:11-12 വാക്യങ്ങളിൽ പറയുന്നു, സകല ജനപദങ്ങളെയും അവന്റെ ഉൾക്കൊള്ളുന്നതായിരിക്കും അവന്റെ രാജ്യം. അപ്പൊ അതുകൊണ്ട് മുന്തിരിച്ചെടിയിൽ കടുവയെ കെട്ടുന്നതും മുന്തിരിച്ചാറിൽ വസ്ത്രം കഴുകുന്നതും സമൃദ്ധിയുടെ അടയാളം. നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് തനിച്ചൊന്ന് നോക്കണം. യാക്കോബ് 49 അധ്യായത്തിൽ തൻ്റെ മക്കളെ ആശീർവദിക്കുമ്പം യൂദായെ മാത്രം മാറ്റി നിർത്തിയിട്ട് പ്രത്യേകമായിട്ട് ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെട്ട ചരിത്രത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട് കിടക്കുന്നതാണ് ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പം കാണുക. അത് ശക്തിയുടെ കേന്ദ്രമാണത്. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാലും കൈയിട്ടടിച്ച് നിസ്സഹായനായി മോണം ചാട്ടി ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ സഹോദര, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ കിടക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റുകയുള്ളൂ. സംശയരഹിതമായി നമുക്കുണ്ടാകണം. ആ കിടക്കുന്നത് മനുഷ്യന്റെ കണ്ണിന്റെ ദൃഷ്ടിയിലെ ബലഹീനത ദൈവത്തിന്റെ ബലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് എന്താ? അവിടെ അവൻ എന്താ? വീഞ്ഞിന്റെ അതില്ല, വീഞ്ഞിൽ അവന് അതീവ സുന്ദരനാ. അതുകൊണ്ട് എന്താ? വീഞ്ഞിൽ അവന് വസ്ത്രം കിടന്ന സുന്ദരനാ. അപ്പൊ ഇസ്രായേലിന്റെ ശത്രുക്കളെ തോൽപ്പിച്ച് ആരാധിപനായി കടന്നു വരുന്ന മനോഹരമായ ധീരയോദ്ധാവിന്റെ ചിത്രം അത് യെശയ്യാ 63:1-2 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഈ ധീരയോദ്ധാവെന്ന് പറഞ്ഞൊരു ചിത്രം മനസ്സിൽ വരിക. കർത്താവിന്റെ വരവിന് ഒരുക്കമായി എല്ലാ ശത്രുക്കളെ നമ്മുടെ ഭാവനയിൽ കാണുമ്പം ശത്രു എന്ന് പറയുമ്പോൾ അന്നാണെങ്കിലും ഭൗമിക സായാലും ശത്രു എന്ന് പറയുമ്പം അമലേക്കിനെ പോലെ വ്യക്തികളാണ്. ഇവിടെ ശത്രു എന്ന് പറയുന്നത് അതല്ല. ഇവിടെ ശത്രു എന്ന് പറയുന്നത് സൈത്താനിക കരുത്ത, പ്രപഞ്ചത്തിൽ കാണുന്ന തിന്മയുടെ ശക്തിയാണ്. അതിനെ അതിജീവിച്ച് അതിനെ വിജയിപ്പിച്ച് അതല്ലേ അതിൻ്റെ അർത്ഥം ആ ചെങ്കോൾ എന്ന് പറയുന്നത്. അന്നെ അവിടെ നക്ഷത്രത്തെ കണ്ടില്ലേ? ഒരു നക്ഷത്രം വരുന്നതാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ നക്ഷത്രം എവിടെ നിന്ന് വരുന്നതെന്ന്? എത്ര സുന്ദരമായിട്ട് ആ കാര്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് സംഖ്യയുടെ പുസ്തകത്തിന്റെ 24 അധ്യായത്തിൽ എടുത്തു വരുന്ന മനോഹരമായ ഒരു കാര്യമുണ്ടല്ലോ. മൊവാബ് രാജാവായ ബാലാക്ക്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മൊവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേൽ ജനം ഇങ്ങനെ വരുന്നത് കണ്ടു. ഒരു സൈനിക നിരമ്പ് പോലെ വരുന്നത്. അദ്ദേഹം ഭയപ്പെട്ടു, ഭയങ്കരമായിട്ട്. മൊവാബ് രാജാവാണ്. ഭയപ്പെട്ട് കഴിയുമ്പോൾ ഇവരെ ഒന്നും നേരിടാൻ പറ്റിയില്ല. അതുള്ള കരുത്തുപിടിയില്ല, സൈനിക ശക്തിയുമില്ല. സത്യത്തിൽ അവർ സൈനിക ശക്തി ആയിരുന്നില്ല. അവരൊരു ആൾക്കൂട്ടമായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിലൊരു കരുത്തുണ്ടായിരുന്നു. വാഗ്ദാന പേടകത്തിന്റെ കരുത്തെന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവർക്ക് ദൈവസാന്നിധ്യ അനുഭവത്തിന്റെ കരുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോകുന്നിടത്തൊക്കെ വിജയിക്കാം. അപ്പോൾ ഇന്ന് നേരിടാൻ നിവൃത്തില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തു, അന്ന് അറിയപ്പെട്ടിരുന്ന യൂഫ്രട്ടീസ് നദീതീരത്ത് താമസിച്ചിരുന്ന ബാലാം എന്ന് പറഞ്ഞ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി അവനോട് ഇവരെ ശപിക്കാൻ ആവശ്യപ്പെട്ടു. മനസ്സിനെ നിർവീര്യം. ഇന്നെന്താ സംഭവിക്കുന്നത്? മാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് വാർത്ത കൊടുക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ മനസ്സിനെ നിർവീര്യമാക്കുകയാണ്. ഈ തന്ത്രം നാം മനസ്സിലാക്കണം. പലപ്പോഴും യുദ്ധങ്ങളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ അതേപടി ഒന്ന് എടുത്തേക്കരുത്. ആ മാധ്യമം ആരുടേതാണെന്ന് നോക്കണം. എന്നിട്ട് അവരെ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളൊന്നും വിജയിച്ച് നിൽക്കുന്നതായിട്ട് വാർത്തകൾ കൊണ്ടുവരും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാർത്തകൾ കേൾക്കുന്ന ആളുകൾക്ക് കൂടെ ധൈര്യം ഉണ്ടാകണം. അവൻ്റെ ശത്രുക്കൾക്ക് മനസ്സ് നിർവീര്യമാകണം. ഇതല്ലേ ഇന്നുപോലും നടക്കുന്നതല്ലേ? അപ്പോൾ അവർ വാർത്തകൾ നമ്മളെ നിർവീര്യമാക്കുകയോ നമ്മളെ ഊർജ്ജസ്വലരാക്കുകയോ ചെയ്യും. സത്യസന്ധമായിട്ട് വാർത്ത പുറപ്പെടുവിക്കുന്ന മാധ്യമങ്ങളൊന്നും നിലവിലില്ല. അതൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങളിലെ ചുറ്റുപാടും. കാരണം എല്ലാവരെയും നാം താറടിച്ചും കുറ്റപ്പെടുത്തുന്നതായിട്ട് കരുതണ്ട. മാധ്യമങ്ങൾക്ക് ധർമ്മബോധത്തോട് പ്രവർത്തിക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന പത്രങ്ങൾ ഇല്ല എന്നും പറയുന്നില്ല. ഒക്കെ ആണെങ്കിൽ തന്നെയും പലപ്പോഴും വാർത്തകളെ ചമയ്ക്കുന്നത് അവരുടെ അഭീഷ്ടപ്രകാരമായിരിക്കും. ആർക്കെങ്കിലും എതിരായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ ആ വിധത്തിൽ ആ വാർത്ത ചമയ്ക്കും. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിന് ബന്ധപ്പെട്ട ആൾക്ക് നിർവീര്യമാക്കപ്പെടും. തകർന്നു പോയവരെ അവർക്ക് അനുഭവപ്പെടും. ഈ തകർച്ചയിൽ നിന്ന് പിന്നെ അവരുടെ മാധ്യമങ്ങൾ കൈ കാണാം. അതിന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ പിന്നെ നേരെ നിൽക്കുകയുള്ളൂ മനസ്സിനെ. ഇതൊരു മനഃശാസ്ത്ര സത്യമല്ലേ, ഒരു തത്വമല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ആളുകളെ ശപിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതായത് ഇസ്രായേലിനെ നിർവീര്യമാക്കണം. എന്നിട്ട് എന്നാ ചെയ്യുന്നത്?
ഭയങ്കരമായിട്ട് ഇയാൾ ബലിയർപ്പണത്തിന് തയ്യാറായി. ബലിയർപ്പണത്തിന് സമയത്ത് നിന്നുകൊണ്ട് ഇവരെ ശപിക്കാൻ തുടങ്ങി. അത് അധരത്തിൽ പുറപ്പെട്ട ശാപമല്ല, അനുഗ്രഹമാണ്. നോക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു മന്ത്രവാദിയും പേടിക്കണം, ഒരു കൂടോത്രക്കാരനെയും പേടിക്കണം. ഉള്ളിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ഇതൊന്നും ഏശില്ല. ധൈര്യമായിട്ടിരുന്നാൽ മതി. കാരണം നീ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. എന്തുകൊണ്ടാണെന്നറിയോ? നിൻ്റെ ഉള്ളിൽ നസ്രായനായ യേശുണ്ട്. അവിടെ ഒന്നും ഏക്കില്ല, മന്ത്രവാദ പരിപാടിയൊന്നും ഏക്കില്ല. അപ്പോൾ അവിടെ ശപിച്ചു. അപ്പോൾ എന്നാ ഇത് വളരെ നേരെ തിരിച്ച് സംഖ്യ 21 അധ്യായം, അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്ന് ഇയാൾ തന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. രാജാവിൻ്റെ അട്ടഹാസം ഇതാ അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. അതാ അവൻ കേൾക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ രാജാവ് ഇതാ വന്നിരിക്കുന്നു, അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും, അവൻ്റെ രാജ്യം മഹത്വമണിയുമെന്ന് സംഖ്യ 23:7 പറയുന്നിടത്ത് നോക്കിക്കേ. അതായത് അവൻ്റെ രാജാവ് അവൻ്റെ കൂടെയുണ്ട്. ഏത് രാജാവാ? ഭൗമിക രാജാവൊന്നും ഇവിടെയില്ല. അവിടെ രാജ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ സന്തതികളുടെ ഓർമ്മയാണ്. അപ്പോൾ ആ നക്ഷത്രവും അതുപോലെ തന്നെ ചെങ്കോലും, എന്നിട്ട് നക്ഷത്രവും ചെങ്കോലും ഇവിടെ വന്നു ഭവിച്ചിരിക്കുക. അപ്പോൾ എന്താ ഉടനെ പറയുക, അതാ അവൻ്റെ കൂടെ നക്ഷത്രമുണ്ട്, ചെങ്കോലുണ്ട്. രാജാവിൻ്റെ സ്വഭാവവിശേഷങ്ങളാണല്ലോ നക്ഷത്രവും ചെങ്കോലും ഒക്കെ. ഇപ്പോഴല്ല, അടുത്തല്ല, ഞാൻ അവനെ കാണുന്നു. ഈ മന്ത്രവാദി പറയാം, ഇപ്പോഴുമല്ല അടുത്തുമല്ല, ഞാൻ അവനെ കാണുന്നു. എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ കാണുന്നു, എന്നാൽ അടുത്തല്ല. അത് സത്യമാണ്. 24:77 പറയാം. അപ്പൊ വരാനിരിക്കുന്ന രക്ഷകൻ രാജാവായിട്ട് വന്നിരിക്കും. അപ്പൊ പുതിയൊരു നക്ഷത്രം ആകാശത്ത് ഉദിക്കും. അതുകൊണ്ടാണ് യാക്കോബേ നിന്നിൽ നിന്നൊരു നക്ഷത്രമുദിക്കും എന്ന് പറയുന്നതാണ് ക്രിസ്മസിന് നാം കെട്ടിത്തൂക്കുന്ന നക്ഷത്രം. അല്ല അലങ്കാര വസ്തു അല്ലത്, അത് പ്രവചനത്തിന്റെ അടയാളമാണ്. ദൈവപുത്രന്റെ വരവിനായിട്ട് മുൻകൂട്ടി പ്രവചിച്ച അന്ന് ഒരു മന്ത്രവാദി ദുഷ്ടനാണെങ്കിൽ പോലും അവൻ്റെ അധരങ്ങളുടെ ദൈവത്തിന്റെ വചനം കടന്നു വന്ന യാക്കോബേ നിന്നൊരു നക്ഷത്രമുദിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രവാചകൻ കടന്നു, ഒരു പുതിയ പ്രവാചകൻ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെപ്പോഴും ജനത്തിനുണ്ട് ഇടയിൽ ഒരു വലിയ ചിന്തയുണ്ട്. ഒരു രാജാവ് കടന്നു വരുന്നത് തന്നെ പ്രവാചകനെ കുറിച്ച് നിയമാവർത്തനം 18:18 പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. മോശ വഴി ദൈവം പറയുക, നിന്നെ പോലെ പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. നോക്കിക്കേ, അതായത് രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ചിതറിക്കിടക്കുകയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മുഴുവനായി. നമ്മൾ പിക്കപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, കളക്ട് ചെയ്യണം. ചിതറിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മോശ വഴി അന്ന് തന്നെ പറഞ്ഞു വെച്ചു, ഞാൻ നിന്നെപ്പോലെ അന്ന് പ്രവാചകനോട് അവതരിപ്പിച്ചു. അവർക്ക് അതേ മനസ്സിലാവുള്ളൂ. പ്രവാചകൻ അയക്കുമെന്ന് പറയുക. എന്നിട്ട് BC 5-ാം നൂറ്റാണ്ടിലാണല്ലോ. അപ്പോൾ അവിടെ പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞല്ലോ. മലാക്കി പ്രവാചകനാണ് അവസാനത്തെ. അതോടെ ആ കാലഘട്ടം കഴിയുക. അപ്പോൾ പ്രവാചകൻ, നീ പ്രവാചകനാണോ എന്ന് യോഹന്നാനോട് ചോദിച്ച കണ്ടില്ലേ? ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു അന്ന്. അതായത് ഒരു പ്രവാചകൻ കടന്നു വരുന്ന ചിന്ത ജനസഞ്ചയത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അസാധാരണമായിട്ടുള്ള വ്യക്തിവിലാസം കണ്ടപ്പോൾ യോഹന്നാനോട് ചോദിക്കുക, നീ ഒരു പ്രവാചകനാണോ? ഈശോയോട് ചോദിച്ചില്ല സമറിയാക്കാരി സ്ത്രീ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ജെറുസലേമിലാണോ അതോ സമറിയായിലാണോ ആരാധന നടത്തേണ്ടത്? എവിടെയാ? സമറിയായിലാണോ ചോദിച്ചേണ്ട. നീ ഒരു ആ ഹൃദയങ്ങളെ, ജനഹൃദയങ്ങളിൽ യോഹന്നാൻ 14:19 ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാഴ്ച കിട്ടിയ ആ കുരുടൻ പോലും വിളിച്ചു പറയുന്നു, ഇതാണ് തൻ്റെ ആ പ്രവാചകനായിരിക്കും എന്നുള്ളതിന് തെളിവായിട്ട് എടുത്തു പറയാം. തന്നെ എമ്മാവൂസിലേക്ക് പോകുന്ന ഈ കർത്താവ് തന്നെ എടുത്തു പറയുന്ന സംഗതിയുണ്ട്. അത് കർത്താവിൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ ശക്തനായ പ്രവാചകനായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നല്ലോ അവർ പറഞ്ഞ ഈശോയുടെ. അതായത് തന്നെ വെളിപ്പെടുത്താതെ കൂട്ടത്തിൽ കൂടിയ ആ കർത്താവിനോട് ശിഷ്യന്മാരായിട്ട് എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ പറഞ്ഞത് ഇതാണ്, അതായത് അവൻ ഇസ്രായേലിനെ രക്ഷിക്കാമെന്ന പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ആ ബേഥലേഹേമിൽ പുൽക്കൂട്ടി കിടക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അത് യുഗാന്ത്യ പ്രവാചകനാണ്. അതാണ് ലൂക്കായുടെ 4:14-21 വാക്യങ്ങളിൽ വളരെ കൃത്യമായി അത് യുഗാന്ത്യ പ്രവാചകൻ. പത്രോസ് എടുത്ത് പറയുന്നുണ്ട്. നടപടി പുസ്തകത്തിന് 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പത്രോസ് തന്നെ പറയുന്നു, യുഗാന്ത്യ പ്രവാചകനായിട്ടാണ് ഈശോ എടുത്ത് കാണിച്ചിരിക്കും. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞു, ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അതായത് ബേഥലേഹേം പുൽക്കൂട്ടി കിടന്ന ഉണ്ണിമിശിഹ, അത് നമ്മുടെ വേദപുസ്തകത്തിന് ആദ്യാവസാനം കാണുന്ന പ്രവചനങ്ങൾ പൂർത്തീകരണമാണ്. അതായത് ഒരിക്കൽ പോലും ഇവിടെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തെ എഴുതിയിട്ടില്ല. ഉണ്ടോ ആരുടെയെങ്കിലും? ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈശോ മിശിഹായെ കുറിച്ചല്ലാതെ ആരെക്കുറിച്ചും
അത് നമ്മൾ ഓരോ ഭാഗം എടുത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പിന്നീട് കർത്താവ് എന്താണ്, എവിടെ ജനിക്കും, യൂദയായിലെ ബേത്ലഹേമിൽ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ഹേറോദ് ചോദിച്ചപ്പോൾ എവിടെ ജനിക്കും? യൂദയായ ബേത്ലഹേമിൽ. എന്ത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞില്ലേ? എന്ത് പ്രവർത്തിക്കും? നസറത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ചുരുൾ അവൻ്റെ കൈ കൊടുത്ത് അവനെടുത്ത് ഏഷ്യായുടെ പുസ്തകത്തിന് 60 അധ്യായം വായിച്ചു. അവൻ വരുമ്പോൾ കർത്താവിൻ്റെ അവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കണ്ടില്ലേ? കർത്താവിൻ്റെ ആത്മാവിലാണ് ഇവൻ ഭൂജാതനായി. ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ആത്മാവിലാണ്. ഈ ആത്മാവിൽ നിന്നിൽ ആവസിക്കും. ഞാൻ പുരുഷനെ അറിയില്ല എന്ന് പറഞ്ഞ് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും, നിന്നിൽ പുറപ്പെടും ദൈവത്തിനെ പുത്ര. ഇത് വിശ്വസിക്കുന്ന മനുഷ്യ പിന്നെ അമ്മ കന്യകയായിരുന്നില്ല നിനക്ക് പറയാൻ നിനക്ക് പറ്റുമോ? എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പുത്രനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതാണ് വളരെ അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രവചനം പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് നമ്മളിവിടെ കാണുന്ന സംഗതി. അവസാന പ്രവാചകൻ, യുഗാന്ത്യ പ്രവാചകനായിട്ട് കർത്താക്കണം. മറ്റു പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ മലാഖിയാണ്. അപ്പൊ അതുകൊണ്ട് നാം എപ്പോഴും പറഞ്ഞത് എന്തിനാണ് ഇത്രയും പറഞ്ഞത്? ക്രിസ്മസ് ആചരിക്കുമ്പോൾ വേദപുസ്തകത്തോട് കുറച്ചുകൂടി നമുക്ക് അടുപ്പം വേണം. അത് വേണം. നമ്മൾ ഈ ക്രിസ്മസിന്റെ ആചരണത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇവർ വചന ബോധ്യമില്ലാത്തവരാണ്. ദൈവവചനത്തിലല്ല, ഇവരിങ്ങനെ ചടങ്ങുകളില്ല, ഇവരിങ്ങനെ പരിപാടികളില്ല, ഇന്ന് ആഘോഷങ്ങളില്ല, വെടിക്കെട്ടില്ല. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നോമ്പ് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നോമ്പും ആ രാത്രി പാതിര കഴിയുമ്പോൾ നോമ്പെല്ലാം അങ്ങ് തീർന്നു. അതുകൊണ്ട് നോമ്പ് ആഘോഷിക്കേണ്ടെന്ന് അർത്ഥമില്ല, മാംസവും മീനും ഭക്ഷിക്കരുതെന്നും അർത്ഥമില്ല, ഇതൊന്നും അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ഉണ്ണിമേശിയ വന്നു, അത് ഹൃദയത്തിൽ സ്വാധീനിച്ചു, ജീവിതത്തിന് മാറ്റം വരുത്തി, അങ്ങോട്ട് ഇനിയുള്ള സ്നേഹത്തിൻ്റെ ജീവിതമായിട്ട് പരിവർത്തനം ചെയ്യാൻ ഞാൻ തയ്യാറാകും എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ട്. അപ്പോൾ ചടങ്ങുകൾക്ക് അർത്ഥമുണ്ട്, ഒന്നിച്ച് വരവിന് അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നിച്ച് വരുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ജനം കൂട്ടായ്മയിൽ വന്നിട്ട് നിൽക്കുകയാണ്. ആ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവിടെ എല്ലാ വിഷാദവും പോയി മറയുക. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയില്ലേ, ഈ ഏകാന്തതയിൽ നിന്നാണ് ഈ വിഷാദം വരുന്നത്. കുടുംബങ്ങളിലെ ഏകാന്തത, പിന്നെ ഒറ്റപ്പെട്ട് ആരോടും ബന്ധപ്പെടാ ജീവിക്കുക. ഈ ഏകാന്തത മുഴുവൻ പോകുന്നത് ആരാധനയിൽ വന്ന് നിൽക്കുമ്പോഴാണ്. എൻ്റെ സഹോദരൻ, ഈ വീട്ടിൽ മക്കളില്ലെന്നും പറഞ്ഞ് വിഷമിക്കാം, മക്കൾ നാലുപാട് പോയെന്നും പറഞ്ഞ് വിഷമിക്കണ്ട. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. ആ ദൈവം വിളിക്കുന്ന കൂട്ടായ്മയായിട്ടാണ്. നിന്നോട് ബന്ധപ്പെട്ട സഹോദരനിലേക്ക് നീ ഹൃദയം തുറക്ക്, എങ്കിൽ മാത്രമേ ഉണ്ണിമേശിയ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. ഹൃദയം തുറന്നിട്ട് വന്ന് നിൽക്ക്. വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും നിന്റെ ഉള്ളിലേക്ക് വരുന്ന ഊർജം നിനക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിനക്ക് ഏകാന്തത മാറി. ഏകാന്തത മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വിഷാദം മാറി. ഏകാന്തത മുറ്റി നിൽക്കുമ്പോഴാണ് വിഷാദം എന്ന് പറയുന്ന സാധനം കടന്നു. വിഷാദം എന്ന് പറഞ്ഞ് കടന്നു വരുന്നത് തന്നെ ഒന്നിലും ഒരു രസമില്ല. ആ പാടെ ഒരു അരോചകത്വം, എല്ലാത്തിനും ഒരു വെറുപ്പ്, ഒന്നിനും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരോടും താല്പര്യം. ആരെങ്കിലും വന്ന് കണ്ടാലും ശരി സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. വന്നു പോകുന്നതോടെ എല്ലാം പൊട്ടിത്തെറിയും. എന്തൊരു ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പൊട്ടിത്തെറിയും. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? നിന്റെ ഹൃദയം നിറഞ്ഞാൽ നിൽക്കുന്നത് നീ പൊട്ടിത്തെറിക്കുമോ? നിന്റെ ഹൃദയം നിറഞ്ഞാൽ നിൽക്കുന്നത് നിന്നെ കാണാൻ വരുന്നവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കും. നിന്റെ ഹൃദയം പുറഞ്ഞാൽ നിൽക്കുന്നതിന് മുഖത്തൊരു പ്രസന്നത കാണില്ലേ? നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് തന്നെ ജീവനാർജിച്ച് തിരിച്ചു പോകില്ലേ? ഇതിനല്ല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ദീപമായിട്ട് നിൽക്കാനല്ലേ, വെളിച്ചമായിട്ട് നിൽക്കാനല്ലേ, ഇരുട്ടും വായിച്ചുകൊണ്ട് വരുന്നവന് നിന്നിൽ വന്ന് ഒരു തിരികെ എത്തിച്ചുകൊണ്ട് പോകാനല്ലേ വേണ്ടിയേ. അപ്പോൾ അതുകൊണ്ട് നിനക്കത് സാധിക്കുന്ന കാര്യം. പക്ഷെ നീ ഇതെല്ലാം വിട്ടിട്ട് വിശ്വാസത്തിന് വഴി വിട്ടിട്ട് ഭൗതികതയെ മാത്രമായി തീർന്നു കഴിഞ്ഞപ്പോഴാണ് നിനക്ക് മക്കൾ പോയി കഴിഞ്ഞപ്പോൾ ഏകാന്തതയുണ്ടാകുന്നത്. നേരെ മറിച്ച് മക്കളെല്ലാം പോയി, അവരവരുടെ വഴിക്ക് പോകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ്, എൻ്റെ അമ്മയുടെ കൂടെയാണ്, എൻ്റെ കർത്താവിൻ്റെ ഒപ്പമുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യ, നീ എന്തൊരു മഹത്വമുള്ളവനാ. നിനക്ക് മനസ്സിലെന്ത് സമാധാനം. നീ അതുകൊണ്ട് മരണാസനം ചെയ്തൊന്നും നീ ആകപ്പാട് പേടിക്കുകയൊന്നുമില്ല. കാരണം നിന്നെ മരണാസന അവസരത്തിൽ കൊണ്ടുപോകാൻ വരുന്നതേ നിനക്കറിയാവുന്ന നിന്റെ സ്വന്തം നിന്റെ തന്നെ കർത്താവാണ് വരുന്നത്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ചിന്ത ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പിന്നീട് തുടരുന്നതാണ്. എങ്കിലും മനസ്സിലിരിക്കട്ടെ, ഈശോ മിശിഹ ഭൂജാതനായത് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിട്ട്. അത് അന്ന് ചരിത്രത്തിൽ നടന്ന കാര്യം, അത് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ചരിത്ര സംഭവം ഓർക്കാൻ വേണ്ടിയിട്ടില്ല. ഈശോ മിശിഹ ഭൂജാതനായത് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഇന്ന് എനിക്ക് വേണ്ടി അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് പിറക്കുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അത്യുന്നത ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവ് ഈശോ മിശിഹ കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.